أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. തികച്ചും യാദൃച്ഛികമായി വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ സ്വാർത്ഥ താൽപ്പര്യങ്ങളോ ഈ പ്രോഗ്രാം നടത്തുന്നതില്ല. മറിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ മുസ്ലിം സമൂഹവും ഇസ്ലാമും നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വശമെന്താണെന്നും നമ്മുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന നേരിട്ട് നടത്തുന്ന സ്ഥാപനമെന്ന നിലയിൽ അതിലെ ഒരുപാട് ഖതീബമാരും പ്രബോധകരും ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനത്തിലെ ആളുകൾക്ക് സ്ഥാപനത്തിൻ്റെ ഈ സംഘടനയുടെ ആദർശവും സംഘടന ഈ സമൂഹത്തിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവരുടെ നയങ്ങളും നിലപാടുകളും വിശദീകരിച്ചുകൊണ്ട് കാലങ്ങളായി സ്റ്റുഡൻസ് യൂണിയൻ നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ വിഷയം പഠിക്കാൻ വേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ളത്. 1980-കൾക്ക് ശേഷം ലോകത്ത് മുഴുവനുള്ള സലഫി സംഘടനകൾ ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ പ്രത്യേകമായ അപകടം അവരിൽ നിന്ന് മണത്ത് അതിൻ്റെ പ്രതിധ്വനിയും കേരളക്കരയിലും സംഭവിച്ചു. 2000-ങ്ങൾക്ക് ശേഷം സംഘടനാ നിഷേധവുമായി ബന്ധപ്പെട്ട വാദങ്ങളുമായി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സലഫി സംഘടനകൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ അത് കേരളക്കരയിലും ഉണ്ടായി. പിന്നീട് 2005-കൾക്ക് ശേഷം അതല്ലെങ്കിൽ 2000-ങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി അത് കേവലം കേരളക്കരയിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന മാത്രം അനുഭവിച്ചിട്ടുള്ളതല്ല. മറിച്ച് ലോകത്തുള്ള വ്യത്യസ്ത സലഫി ആദർശത്തെ സ്വീകരിച്ചിട്ടുള്ള സംഘടനകളും ആ ആദർശത്തെ കൊണ്ടു നടക്കുന്ന സംഘങ്ങളും ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് നേതൃത്വം നൽകുന്ന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മതപരമായി ഈ പ്രസ്ഥാനത്തിന് എന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള സംഘടന അതിൻ്റെതായ തീരുമാനം ഈ സമൂഹത്തിൽ മുജാഹിദ് പ്രവർത്തകർക്ക് മുമ്പിൽ അത് പ്രഖ്യാപിക്കുകയും അത് പുസ്തകമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം നൽകി ആ നയനിലപാടുകൾ ഈ സമൂഹത്തോട് പ്രഖ്യാപിച്ചപ്പോൾ എന്നും ഇരുട്ടിൻ്റെ ശക്തികൾ പല രൂപത്തിൽ ഇതിനുള്ളിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ അവർ ഇതിനെ തകർക്കുന്നതിന് വേണ്ടി ഈ സംഘടനയെടുത്ത നയനിലപാടുകൾക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ അടങ്ങുന്ന ചില കൃതികൾ മെയിൽ വഴികയും അതല്ലാതെയും പേര് വെക്കാത്ത കാര്യങ്ങൾ നാടുനീളെ നൽകി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രസ്ഥാന നേതൃത്വം ഇത് വിശദീകരിക്കുവാൻ ആരംഭിച്ചു. ആ വിശദീകരണമായിരുന്നു പല സമയത്തായി ഈ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം ആകുന്നു ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ മുഖാമുഖം. വെല്ലുവിളികൾ അതിജയിച്ച സലഫി പ്രസ്ഥാനം എന്ന ടൈറ്റിലിൽ നടത്തപ്പെടുന്ന ഈ മുഖാമുഖമെന്ന് സ്വാഗത ഭാഷണത്തിൽ പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് സംശയങ്ങൾ ഇത് സംബന്ധിച്ച് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഗൂഢാലോചനയാണ്, പ്രസ്ഥാനത്തിനെതിരായി ഒരു പ്രത്യേകമായ വിങ്ങിൻ്റെ കളിയാണ്, ചിലർക്ക് വേണ്ടിയുള്ള ഒത്താശയാണ്, ചിലർക്ക് വേണ്ടി ഓശാന പാടലാണ് എന്നൊക്കെ ഈ പരിപാടിയെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ സ്നേഹിതന്മാരിൽ ചിലർ വിജയം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതു സാഹചര്യങ്ങളിലും നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അധിക കഥകളോ കാര്യങ്ങളോ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ചരിത്രമോ ഒന്നും ഓർക്കാതെ ഈ അടുത്ത കാലങ്ങളിലായി സംഭവിച്ച ഓരോ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാലും എന്നൊക്കെ സംഘടനയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ അന്നെല്ലാം ഈ നിലപാടുകാർ അവരുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതിന് നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഘടനയിൽ ചിലർക്ക് നേതൃത്വത്തെ സംബന്ധിച്ച് എതിരഭിപ്രായമുണ്ടായി. അവരെന്തെങ്കിലും സാമ്പത്തിക അഴിമതി നടത്തിയതുകൊണ്ടല്ല, ആരോടെങ്കിലും ക്രൂരമായി പ്രവർത്തിച്ചതുകൊണ്ടുമല്ല, സംഘടനയ്ക്കോ പ്രസ്ഥാനത്തിനോ എതിരായി
എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിലല്ല. അവർക്ക് ചില ആളുകളെ കണ്ടുകൂടായ്മ, നേതൃത്വത്തിലുള്ള ആളുകൾ അവർക്ക് മതിയാകുന്നില്ല, അവരെ ജരാനരകൾ ബാധിച്ചവർ എന്ന് വിശേഷിപ്പിച്ചു. മസ്തിഷ്കം വറ്റി വരേണ്ടവർ എന്ന് അവരെ അധിക്ഷേപിച്ചു. അന്ന് അധിക്ഷേപിക്കപ്പെട്ടത് ആരൊക്കെയായിരുന്നു എന്ന ഓർമ്മയുള്ളവർക്ക് ഞാനിത് വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾക്ക് ഒരുപക്ഷേ ഈ കാര്യം അറിയില്ല. ഡോക്ടർ ഉസ്മാൻ സാഹിബ്, KP മുഹമ്മദ് മൗലവി സാഹിബ്, അന്നുണ്ടായിരുന്നവരിൽ അല്പം പ്രായമെത്തിയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി, അലി അബ്ദുൽ റസാഖ് മദനി തുടങ്ങിയ ആളുകളായിരുന്നു അന്ന് ആ കുട്ടികളുടെ യുവഘടകങ്ങളുടെ ഏറ്റവും വലിയ കണ്ണിലെ കരടായി മാറിയ നേതാക്കന്മാർ. ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, രാജ്യമൊട്ടാകെ ഈ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ സംവാദ സ്റ്റേജുകളിൽ നിറഞ്ഞു നിന്ന ആയിരങ്ങൾ അഭിസംബോധന ചെയ്ത് ഇസ്ലാഹി ആദർശത്തിന് വളർച്ച നേടിക്കൊടുത്ത ആ മഹത്തുക്കളെയാണ് അന്ന് ചിലർ കരുതിക്കൂട്ടി തേജോവധം ചെയ്യാൻ ശ്രമിച്ചത്. എന്തും ചെയ്യാം, എന്തും പറയാം എന്ന ഒരവസ്ഥ. ഇദാലം തസ്തഹി ഫസ്ന മാഷിത് എന്ന ഹദീസിന്റെ ആശയം നമ്മുടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്താണോ പറയേണ്ടതെന്ന് ഈ ഉത്ബുദ്ധമായ സദസ്സിനോട് ഞാൻ പറയുന്നില്ല. അതാണ് സംഭവിച്ചത്. അതിൽ നിന്നൊട്ടും ഭിന്നമല്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് പ്രസ്ഥാനം നേരിടുന്നത്. നേതാക്കളെ സംബന്ധിച്ച് കരുതിക്കൂട്ടി കള്ളം പറയുക, അന്ന് എന്തൊരു നയമാണോ സ്വീകരിച്ചത് അതേ നയനിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അതിന് അർഹരല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അവർ ജരാനര ബാധിച്ചവരാണ്, മസ്തിഷ്കം വറ്റിവരേണ്ടവരാണ്, അവർ കാര്യബോധമില്ലാത്തവരാണ് എന്ന് യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, വിദ്യാർത്ഥികൾക്കിടയിലും. അവരെക്കുറിച്ച് അഴിമതി ആരോപണങ്ങൾ നടത്തുക, കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നതിൽ ഇന്ന് കുറേയേറെ സ്നേഹിതന്മാരുണ്ട്. ഇസ്ലാമികമായി പാലിക്കപ്പെടേണ്ട ഒരു മര്യാദയും ഇത്തരം ആളുകളുടെ ഇത്തരം പ്രചാരണ പരിപാടികളിൽ അവർ സ്വീകരിക്കുന്നില്ല എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് അശേഷം മടിയില്ല. കാരണം എന്തൊക്കെ വ്യാജമായ സന്ദേശങ്ങളാണ് സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നത്. പല രീതിയിലും ആധുനികമായുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് SMS-കൾ, നേതാക്കൾക്ക് വരുന്ന SMS-കൾ വായിച്ചാൽ നമുക്ക് തന്നെ കരയാൻ തോന്നും. ഹൃദയമുള്ളവൻ്റെ ഹൃദയം പൊട്ടിത്തകർന്നു പോകും. നേതാക്കളെ പണക്കാരുടെ മൂടുതാങ്ങികളെന്ന് വിശേഷിപ്പിക്കുന്ന SMS-കൾ നമ്മുടെ സംസ്ഥാന നേതാവിന്, പ്രസിഡന്റിന് പോലും പണക്കാരുടെ മൂടുതാങ്ങി എന്ന SMS അയക്കാൻ മാത്രം അധസ്ഥിതി അള്ളാഹുവിൻ്റെ ഗ്രന്ഥം 1 പ്രവാചകന്റെ ചര്യ 2 എന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്നും ചിലർക്കുണ്ടായല്ലോ എന്ന ഗതികേട് ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. സ്നേഹിതന്മാരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന വിഷയം, ഈ പ്രസ്ഥാനത്തിൽ ആദർശപരമായി ഇപ്പോൾ ചില ചർച്ചകളുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞിട്ടും പ്രയോജനമില്ല. അത് എതിർപ്രചാരണങ്ങളിൽ ശക്തമായി ചിലർ പങ്കെടുക്കുന്നുണ്ട്. പ്രസ്ഥാന വിരുദ്ധമായ ആശയങ്ങൾ അതിശക്തമായി പലവിധത്തിലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് വിശദീകരിക്കപ്പെടുകയും നിജസ്ഥിതി ജനങ്ങളോട് പറയുകയും ചെയ്യുന്ന പരിപാടികൾ ഗ്രൂപ്പ് പരിപാടികളാണെന്ന് വിലയിരുത്തപ്പെടുക. അതിലൊന്നാണ് ഇവിടെ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പരിപാടിക്കെതിരായുള്ള പ്രചാരണങ്ങൾ. ഇത് ഗ്രൂപ്പ് യോഗമാണ്, പ്രത്യേകമായ ഒരു വിഭാഗത്തിന്റെ പരിപാടിയാണ്. മറിച്ച് ഈ നേതാക്കളെ തെറി പറയുകയും ജംഇയ്യത്തുൽ ഉലമ ഇത് സംബന്ധമായി എടുത്ത നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പുസ്തകം പോലും പലവിധേന ചോദ്യം ചെയ്യപ്പെടുകയും അത് അപരാധമാണ്, തെറ്റാണ് എന്ന് പറയുക മാത്രമല്ല, ഒരു മനുഷ്യനെ നിഷ്ഠൂരമായി ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥ. ഞാൻ സൂചിപ്പിക്കുന്നത്, ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനപ്രകാരം ജംഇയ്യത്തുൽ ഉലമയുടെ കൗൺസിലിൽ പുളിക്കൽ നടന്ന കൗൺസിലിൽ പരസ്യമായി വായിച്ചവതരിപ്പിച്ച ഒരു പ്രബന്ധം. അന്നു തന്നെ ആ പ്രബന്ധത്തെ ഒരാളും എതിർത്തില്ല. ആ പ്രബന്ധത്തിന്റെ കോപ്പികൾ പലരും ആവശ്യപ്പെട്ടു. അന്ന് ആ കൗൺസിലിൽ വെച്ച് അത് വായിച്ചവതരിപ്പിച്ച അബ്ദുറഹിമാൻ സലഫി എന്ന ജംഇയ്യത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പരസ്യമായി പറഞ്ഞതാണ്, ഇതിന്റെ കോപ്പികൾ നിങ്ങൾക്കൊക്കെ ലഭ്യമാക്കും എന്ന്. ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്തില്ല, ആരും അറിഞ്ഞില്ല.
ഞങ്ങളോട് ചോദിച്ചില്ല എന്നൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നവർ കണ്ണടച്ചിരുട്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ മനുഷ്യന്മാർ ഇത് അറിയുന്നില്ല. അവരോട് ഈ സത്യം തുറന്നു പറയാനുള്ള വേദികൾ നേതാക്കൾ വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൊണ്ട് നടത്താനും സാധിക്കുന്നില്ല. കാരണം അവർ മാന്യത പുലർത്തുന്നു എന്നതാണ്. പക്ഷേ മാന്യതയുടെ, സഭ്യതയുടെ മുഴുവൻ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്കിടയിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇനി സാധ്യമല്ല എന്ന നിലക്കാണ് ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചത്. ഇതിൽ ആർക്കെങ്കിലും അസന്തുഷ്ടിയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അസംതൃപ്തിയുണ്ടെങ്കിൽ അതവർ മനസ്സിൽ വെച്ചുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരുപാട് പ്രഗത്ഭരായ നമ്മുടെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള നദൂത്തുൽ മുജാഹിദീന്റെയും പ്രഗത്ഭരായ നേതാക്കന്മാർ, നമ്മുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ, അവരെ പ്രതിപാദിക്കുന്ന, അവരെ ബന്ധിക്കുന്ന വിഷയങ്ങളിൽ ആവശ്യമായ വിശദീകരണങ്ങൾ നൽകും. പൊതുവിലുള്ള പ്രശ്നങ്ങളെ, ഇപ്പോഴുള്ള സംഘടനയിൽ പ്രധാനമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കും, കാര്യങ്ങൾ അവതരിപ്പിക്കും. ഈ വിഷയം, എല്ലാ വിഷയങ്ങളും, സംഘടനയുമായുള്ള ബന്ധപ്പെട്ട സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ, ആദർശപരമായ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഒളിമറയുമില്ലാതെ, ഒരു വളച്ചുകെട്ടുമില്ലാതെ, ആരെയും പ്രത്യേകം പഠിപ്പിച്ച കാര്യങ്ങളല്ല. ഇവിടെ ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ ചോദ്യകർത്താക്കൾക്ക് നിയന്ത്രണമില്ല. ആർക്കും ചോദിക്കാൻ ഇവിടെ അവസരങ്ങൾ ഉണ്ടാകും. അത് പ്രത്യേകമായി ചിലർ ചോദിക്കും. ആ ചോദ്യങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നു, അവരെ ചോദിക്കാവൂ, മറ്റുള്ളവരൊക്കെ കേവലം ശ്രോതാക്കളാണ് എന്നൊക്കെ ഈ പരിപാടിയെക്കുറിച്ച് ചിലർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രചാരകന്മാർ ഈ സദസ്സിലുണ്ടെങ്കിൽ, ശ്രോതാക്കളിലുണ്ടെങ്കിൽ അവരോടുകൂടി പറയട്ടെ, നിങ്ങൾക്കും അവസരമുണ്ട്, എല്ലാവർക്കും ചോദിക്കാം. ചോദ്യങ്ങളുടെ വിശദീകരണങ്ങൾ സംഘടനാ നേതാക്കളിൽ നിന്ന് കേൾക്കാം. അതിനുവേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ജാമിയ നദവിയ സ്റ്റുഡൻസ് യൂണിയൻ ഇത്തരമൊരു പരിപാടി എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിച്ചത് എന്ന് സ്വാഗത പ്രസംഗത്തിലൂടെയും അധ്യക്ഷൻ്റെ സംസാരത്തിലൂടെയും നാം മനസ്സിലാക്കുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും
അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായ നാം വളരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത്. ഒട്ടും സന്തോഷത്തോടെയോ ആവേശത്തോടെയോ അല്ല ഇവിടെ സംസാരിക്കുന്നവരായാലും കേൾക്കുന്നവരായാലും ഈ പരിപാടിക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ഇത്തരമൊരു പരിപാടി വിശദീകരണം സംഘടിപ്പിച്ചില്ലെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൂർവികന്മാർ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ കരുപ്പിടിപ്പിച്ച് വളർത്തിയെടുത്ത ഈ മഹത്തായ ആദർശം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നും വരാൻ പോകുന്ന തലമുറക്ക് കൈമാറാൻ കലർപ്പില്ലാത്ത തൗഹീദും ആദർശബദ്ധമായ ദീനും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുമുള്ള ഭയമാണ് ഇത്തരമൊരു പരിപാടിക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് നാം ആഗ്രഹിക്കുന്ന ചിന്താഗതികൾ ചില ആളുകളിലൂടെ വളർന്നു വരികയും അത് നാമൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പടർന്ന് പന്തലിച്ച് വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ലോകത്തെ മറ്റേത് ഇസ്ലാമിക സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത സലഫി പ്രബോധന സംഘങ്ങൾക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ആദർശബദ്ധമായ ഒരു സമൂഹത്തെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ആളുകളാണ് നാം. എന്തുകൊണ്ട് ഇതുണ്ടായി എന്ന് ചോദിച്ചാൽ, എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനം വില കൽപ്പിച്ചത് തൗഹീദി ആദർശത്തിനും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അടിയുറച്ച് വളർത്തപ്പെടുന്ന ഒരു സമൂഹത്തിനുമാണ് എന്നതാണ്. ആ തൗഹീദി ആദർശമാണ്, സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്രയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ മുഖമുദ്ര അത് കേവലം തങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് പകരം, അതല്ലെങ്കിൽ തൗഹീദിൻ്റെ ഈ മഹത്തായ ആദർശം, അതല്ലെങ്കിൽ ഈ കൂട്ടായ്മ വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ അധികാരത്തിലെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ കക്ഷികളോട് മത്സരത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അധികാരികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം താൻ മനസ്സിലാക്കിയ ഈ സന്ദേശം വിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഈ ആദർശം എങ്ങനെ എൻ്റെ സഹോദരൻ്റെ ചെവിയിലെത്തിക്കുവാൻ കഴിയും, എങ്ങനെ അത് രണ്ടാളെ കേൾപ്പിക്കാൻ കഴിയും, അതൊരു പരിപാടി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ഒരു CD-യിലൂടെയാണെങ്കിൽ അങ്ങനെ, ഒരു ലഘുലേഖയിലൂടെയാണെങ്കിൽ അങ്ങനെ, ആ തരത്തിൽ ചിന്തിക്കുകയും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഈ ആദർശം പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദർശ പ്രതിബദ്ധത എല്ലാ കാലത്തും നിലനിർത്തുവാനുള്ള ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഒരു കാരണവശാലും അതിന് പോറലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ചിന്താഗതികൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിനെ
ശാരീരികമായി നമുക്കെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനേക്കാൾ, കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ, കച്ചവടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനേക്കാൾ, എൻ്റെ ജോലിയിൽ ഏതെങ്കിലും പ്രതിസന്ധി നേരിടുന്നതിനേക്കാൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനേക്കാൾ കേരളത്തിലെ ഓരോ മുജാഹിദ് പ്രവർത്തകനും വേദനിക്കുന്നത് അവന്റെ ആദർശത്തിന് പുറലേൽക്കുന്നതാണ്. അവന്റെ ഈ തൗഹീദിന്റെ ധവളിമയാർന്ന ശുഭ്രമായ ഈ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുഴുക്കുത്തേൽക്കുന്നതിനെ മുജാഹിദ് പ്രവർത്തകന് സഹിക്കാൻ കഴിയില്ല, അത് നോക്കിയിരിക്കാൻ കഴിയില്ല. അത് കണ്ട് ആയിക്കോട്ടെ, അത് നാം പരിഗണിക്കേണ്ടതില്ല, അത് നാം പരാമർശിക്കേണ്ടതില്ല. അത് നാം വിഷയമാക്കിയാൽ, അതിനെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തിയാൽ, ഇത് ചർച്ച ചെയ്താൽ, ഇത് ജനങ്ങളോട് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകും, ആളുകൾക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. എന്നാൽ അതോടൊപ്പം തന്നെ നാം സ്വീകരിക്കുന്ന ഒരു സമീപനം കൂടിയുണ്ട്. അബദ്ധം ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ, ആരുടെയെങ്കിലും സംസാരത്തിൽ സംഭവിച്ചാൽ, ആരുടെയെങ്കിലും ലേഖനത്തിൽ സംഭവിച്ചാൽ, ആരുടെയെങ്കിലും പരാമർശങ്ങളിൽ സംഭവിച്ചാൽ, ശരി, നിന്റെ അരികിൽ നിന്നൊരു അബദ്ധം വന്നു പോയിരിക്കുന്നു, നിന്റെ അരികിൽ നിന്നൊരു തെറ്റ് വന്നു പോയിരിക്കുന്നു, നീ നടത്തിയ പരാമർശം ശരിയല്ല, അതുകൊണ്ട് നിനക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നാളെ മുതൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അത്തരം അബദ്ധം സംഭവിച്ച ആളുകളെ ആട്ടിപ്പുറത്താക്കുന്ന ഒരു രീതിയല്ല. മറിച്ചവരോട് പറയും, ഇതാണ് നിങ്ങളുടെ തെറ്റ്, ഈ തെറ്റ് നിങ്ങൾ തിരുത്തണം. കഴിവിന്റെ പരമാവധി അത് ആളുകളോട് പറയും. അത് അത്തരം ആളുകൾ തിരുത്തുന്നില്ലെങ്കിലോ നടപടി ആവശ്യമാണെങ്കിൽ നടപടിയെടുക്കും. ഇനി അതോടൊപ്പം തന്നെ ഈ തെറ്റായ ആദർശത്തെക്കുറിച്ച് ജനങ്ങളെ ഈ സമൂഹത്തിൽ ബോധവൽക്കരിക്കും മുജാഹിദുകൾ. അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് ഇത്തരം ആളുകളുടെ ആദർശപരമായ സൂക്ഷ്മതയില്ലായ്മ, ആദർശത്തിൽ നിന്ന് അവർക്ക് സംഭവിക്കുന്ന വ്യതിയാനം അത് ജനങ്ങൾ തിരിച്ചറിയുകയും അത്തരം ആളുകൾ സമൂഹത്തിൽ നിന്ന്, ഈ ആദർശ സമൂഹത്തിൽ നിന്ന് സ്വയം പുറന്തള്ളപ്പെടുകയും ചെയ്യുക എന്നതാണ്. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, പലപ്പോഴും ആളുകൾ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാറുണ്ട്. എന്തിനാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാണിത് വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകൾ ഒരു മൂവർ സംഘം, അല്ലെങ്കിൽ ഒരു നാൽവർ സംഘം, അല്ലെങ്കിൽ ഒരു ഐവർ സംഘം, അതല്ലെങ്കിൽ ഇപ്പോൾ KNM-ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ KJU-വിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഈ സമൂഹത്തിലെ ചില പണ്ഡിതന്മാർക്കെതിരെ ശിർക്കാരോപണവുമായി രംഗത്ത് വരികയാണ്. അവർക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വസ്തുതയെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്ത് നിന്ന് കാണാം. അതോടൊപ്പം തന്നെ അത്തരം ആളുകളുടെ മഹത്വങ്ങൾ വിളിച്ചു പറയുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ആളുകൾ മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. മുജാഹിദുകൾ ഇത്തരം ഒരുപാട് മഹത്വക്കളെ കണ്ടവരാണ്, ഇത്തരം ഒരുപാട് മഹാന്മാരെ കണ്ടവരാണ്, ഇത്തരം ഒരുപാട് പ്രതിഭകളെ കണ്ടവരാണ്. പക്ഷേ ആ പ്രതിഭകളുടെ, ആ മഹാന്മാരുടെ, ആ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ മുജാഹിദുകൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സൂക്ഷിച്ച, അവർ മനസ്സിലാക്കുകയും തലമുറകൾ കൈമാറി സ്വീകരിക്കുകയും ചെയ്തു വന്ന ആദർശത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടപ്പോൾ അവരെ മാറ്റി നിർത്തിയവരാണ് മുജാഹിദുകൾ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയാവുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന സംഭവങ്ങളാണത്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ രൂപീകരണം, തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം, CN-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ചേകനൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഖുബൂരികൾ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചേകനൂരിനെതിരെ വാദപ്രതിവാദവുമായി രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ ഖുബൂരികൾ പരിഹസിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു കാലത്ത് ചേകനൂരും AP-യും ഞങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്നവരായിരുന്നു. പക്ഷേ ഇന്നതാ അവർ പരസ്പരം വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഈ ജമാഅത്തുകാരും അതേപോലെ തന്നെ മുജാഹിദുകളും ഒന്നിച്ചായിരുന്നു. ഇന്നതാ അവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നു.
എന്ന് പറഞ്ഞ ചരിത്രം കേരളത്തിനുണ്ട്. അത് പറയാനുള്ള കാരണമെന്ത്? ചേകനൂർ ഈ ആദർശം സ്വീകരിച്ചപ്പോൾ ചേകനൂരിനോടൊപ്പം ഇരുന്നവർ, ചേകനൂർ ഈ ആദർശത്തിൽ വിശ്വസിക്കുകയും ഈ ആദർശം പറയാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ ചേകനൂരിനോടൊപ്പം ഇരുന്ന പണ്ഡിതന്മാർ ചേകനൂരിന്റെ ആദർശത്തിൽ വെള്ളം കലരുകയും ചേകനൂരിന്റെ ആദർശത്തിൽ പ്രമാണ വിരുദ്ധമായ സമീപനം കൈക്കൊള്ളുകയും ചെയ്തപ്പോൾ ചേകനൂരിനോട് നമ്മൾ വാദപ്രതിവാദം നടത്താൻ പാടില്ല, ചേകനൂരിനെ നമ്മൾ എതിർക്കാൻ പാടില്ല, ചേകനൂരിനെ പറ്റി നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഇവിടെയുള്ള കുബൂരികൾ നമ്മെ പരിഹസിക്കില്ലേ, നമ്മുടെ എതിരാളികൾ നമ്മെ ആക്ഷേപിക്കില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാർ. CN മൗലവി ഇസ്ലാമിന്റെ വിരുദ്ധമായ ആദർശങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നു, അദ്ദേഹം നമ്മുടെ സമ്മേളനങ്ങളിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം നമ്മുടെ പണ്ഡിതന്മാരോടൊപ്പം വേദികൾ പങ്കിട്ടിരുന്നു. ഒരു വേള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ബൗദ്ധിക നേതാക്കന്മാരുടെ ബുദ്ധിപരമായി നേതൃത്വം നൽകിയ ആളുകളുടെ മുൻനിരയിൽ ഒരുപക്ഷെ CN ഉണ്ടായിരുന്നു. എന്നാൽ ആദർശ വിരുദ്ധമായ നീക്കങ്ങൾ CNന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, CN നമ്മുടെ പുസ്തകത്തിൽ ലേഖനം എഴുതിയ ആളല്ലേ, CN നമ്മോടൊപ്പമുള്ള ആളല്ലേ, എങ്ങനെ അദ്ദേഹത്തെ നമ്മൾ എതിർക്കും എന്ന് കരുതി മാറി നിന്നില്ല. വ്യക്തികളെ ആയിരുന്നില്ല മുജാഹിദുകൾ പരിഗണിച്ചത്, വ്യക്തികളെ ആയിരുന്നില്ല മുജാഹിദുകൾ നോക്കിക്കണ്ടത്, മറിച്ച് ആദർശത്തെയായിരുന്നു. ഇവിടെയും നാം മനസ്സിലാക്കേണ്ടത് ആ കാര്യമാണ് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഇന്നത്തെ വിഷയം? ദീർഘമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മിൽ പലരും അത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോഴുള്ള വിവാദത്തിന്റെ കാരണം? ഒന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകൾ ജിന്നുകളോട് സഹായം തേടുന്നത്, ചോദിക്കുന്നത് ശിർക്കല്ല. ഭൗതികമായ കാര്യങ്ങളിൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ശിർക്കൻ വിശ്വാസം ഈ സമൂഹത്തിലെ പല ആളുകളെയും സ്വാധീനിക്കുകയും അതിന്റെ പിന്നിൽ ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് ഈ സമൂഹത്തോട് പറയേണ്ടതുണ്ടോ? അതല്ല നമ്മളത് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. എപ്പോഴാണ് ഈ വിഷയം സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്? കേരളത്തിൽ ഇത്തരമൊരു വികലമായ ചിന്താഗതി ആദ്യമായി പ്രകടിപ്പിച്ചത് മടവൂരികളുടെ പണ്ഡിതനായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് തെറ്റുപറ്റും, ഇബ്നുൽ ഖയ്യിമിന് തെറ്റുപറ്റും, മറ്റ് പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റും, എന്നാൽ ജമിയത്തുൽ ഉലമക്ക് തെറ്റുപറ്റില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത് എന്ന് പ്രചരിപ്പിക്കാറുണ്ട്. ജമിയത്തുൽ ഉലമ ഒരു സ്ഥലത്തും തെറ്റുപറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ജമിയത്തുൽ ഉലമ പുറത്തിറക്കിയ പുസ്തകവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഒരു പേരുമില്ലാതെ ഒരഡ്രസ്സുമില്ലാതെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരും പറഞ്ഞത്, എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ പ്രമാണബദ്ധമായി പരിശോധിക്കാം, തിരുത്താം എന്നാണ്. തെറ്റുപറ്റില്ല എന്ന് ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടില്ല. ജമിയത്തുൽ ഉലമയുടെ പേരിൽ ചില ആളുകൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജമിയത്തുൽ ഉലമക്ക് തെറ്റുപറ്റില്ല എന്നാണ് ജമിയത്തുൽ ഉലമ പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിമിന് തെറ്റുപറ്റും, അതേപോലെയുള്ള ആളുകൾക്ക് തെറ്റുപറ്റും, ജമിയത്തുൽ ഉലമക്ക് തെറ്റുപറ്റില്ല. ഇല്ല, മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ്? അതൊക്കെ നിങ്ങളൊക്കെ അല്ലേ ഇത് പറയുന്നത്, എന്നാൽ അത് ശിർക്കല്ല എന്ന് ചെറിയമുണ്ടം പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ, അദ്ദേഹത്തിന് തെറ്റാണോ? ഈ തൗഹീദിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നാണോ? തെറ്റ് ആർക്ക് പറ്റിയാലും പറ്റി എന്ന് പറയാൻ പഠിച്ചവരാണ്, പഠിപ്പിക്കപ്പെട്ടവരാണ് മുജാഹിദുകൾ. ചെറിയ മുണ്ടമാണ് ഈ ഭൗതികമായ കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന വാദം ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീടത് നമ്മുടെ പണ്ഡിതനായിരുന്ന അബ്ദുൽ ജബ്ബാർ മൗലവി ഏറ്റെടുത്തു. 2007 ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം സുന്നി പണ്ഡിതനായ അമ്പലക്കടവ് ഹമീദ് ഫൈസിക്ക് മറുപടി എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ലേഖനത്തിൽ അദ്ദേഹം പരാമർശിക്കുകയാണ്. ഈ ലേഖനം യഥാർത്ഥത്തിൽ തന്റെ മനസ്സിൽ അദ്ദേഹം സൂക്ഷിച്ച
അദ്ദേഹത്തിന് വന്നുപെട്ട ഈ അബദ്ധത്തെ ന്യായീകരിക്കാനുള്ള ഒരു വിഫലമായ ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിലുള്ള അബദ്ധങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, ഫൈസി ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റ ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമിഴ്ത്തി അടിക്കാൻ ജിബ്രീലിന് കഴിയുമെന്നും അത് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അഭൗതികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണെന്നോ വരുന്നില്ല. ജിബ്രീലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പണി ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ ജിബ്രീലിന് കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ പ്രശ്നം എന്താണ്? തുടർന്ന് അദ്ദേഹം പറയുന്നത് നോക്കുക. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല. അതേസമയം തന്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബ്രീലാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബ്രീലെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കാണ്. എന്തുകൊണ്ടാ ഹിമാലയം ഇളക്കിപ്പറിച്ച് കൊണ്ടുപോകുന്ന വിഷയം ഇപ്പുറത്ത് വന്നപ്പോ ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്നതായി മാറിയത്? പിന്നീട് വരുന്ന തന്റെ അബദ്ധ വിശ്വാസത്തിന് ന്യായം പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഉദാഹരണം പറയേണ്ടത് എന്താ? ഹിമാലയം ഇളക്കിപ്പറിച്ച് അള്ളാഹു കൽപ്പിച്ചാൽ അത് കൊണ്ടുപോകാൻ ജിബ്രീലിന് കഴിയും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്നാൽ ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ ഭയങ്കര കലാപം നടന്നുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പൊ ഒരു മുസ്ലിം ജിബ്രീലെ ആ ഹിമാലയത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുപോയി ഈ ആളുകളുടെ മുമ്പിൽ ഇടണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? അത് ശിർക്കാവില്ല എന്നാണ് ജബ്ബാർ മൗലവിയുടെ വിശ്വാസം. അത് ശിർക്കാവില്ല. കാരണം എന്താ? അത് ഭൗതികമായ ഒരു കാര്യമാണ്. എന്നാൽ ഈമാനോടുകൂടി മരിപ്പിക്കണേ, എന്റെ രോഗം മാറ്റണേ, എന്നെ സ്വർഗത്തിലെത്തിക്കണേ, എനിക്ക് ഹിദായത്ത് തരണേ, ഇത്തരം കാര്യങ്ങൾ തേടിയാലോ അത് ശിർക്കാണ്. അത് പറയാൻ വേണ്ടിയാണ് ആദ്യം വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഹിമാലയം ഇളക്കിപ്പറിക്കലും തേട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഈമാനോടുകൂടി മരിപ്പിക്കലുമായി മാറ്റിയത്. ഇനിയോ അടുത്തത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കുമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. മുജാഹിദുകൾ വെറുതെ ശിർക്കാരോപണം നടത്തുകയാണെന്നാണ്. നമ്മൾ ആരെയും മുശ്രിക്കാക്കിയിട്ടില്ല. ആരെങ്കിലും മുശ്രിക്കാണ് എന്ന് പറയലല്ല. ഈ ശിർക്കല്ല എന്ന് പറഞ്ഞ വാദം അത് ശിർക്കാണ്. ശിർക്കല്ല എന്ന് പറഞ്ഞ വാദം ശിർക്കാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ എല്ലാരും കൂടി മുജാഹിദികളെ മുശ്രിക്കാക്കാണ്. ഇപ്പോ അങ്ങനെയാണ് ശിർക്കാരോപണം. ഒരു ലജ്ജയുമില്ലാതെ ആളുകൾ ശിർക്കാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാ ചിലർ പ്രസംഗിക്കുന്നത്. ഒരു ലജ്ജയില്ലാതെ ആർക്കെതിരെയും ശിർക്കാരോപണം നടത്തുന്നില്ല. നേരെ മറിച്ച് ഒരു പ്രമാണവുമില്ലാതെ ഒരു തെളിവുമില്ലാതെ നടന്ന ചർച്ചകളിലൊന്നും തെളിവിന്റെ ഒരു വരി പോലും ഉദ്ധരിക്കാൻ സാധിക്കാതെ ഈ തെറ്റായ ഒരാദർശം, ശിർക്കായ ഒരാദർശം, അത് ശിർക്കല്ല എന്ന് പറഞ്ഞവരോട് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അത് ശിർക്ക് തന്നെയാണ് എന്ന് പഠിപ്പിക്കുകയാ മുജാഹിദുകൾ ചെയ്തത്. എന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ പൂർവികരായ പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ടവരാണല്ലോ. എന്താണ് ഈ വാദത്തെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയത്? ഒരാൾ ഇരുട്ടത്തൂടെ നടന്നു പോവാണ്, ഒരാൾ ഇരുട്ടിലൂടെ നടന്നു പോവാണ്, അയാളെ കയ്യിൽ വെളിച്ചമില്ല, അയാൾ ഒരൊറ്റപ്പെട്ട സ്ഥലത്തെത്തി, സഹായിക്കാൻ വേറെ ആരുമില്ല. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ചിട്ട് ആ ജിന്നിനോട് പറയാ, എന്നെ ഒന്ന് സഹായിക്കണേ, അല്ലെങ്കിൽ എനിക്കൊരു വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് മുജാഹിദിന് അംഗീകരിക്കാൻ കഴിയോ? മുജാഹിദികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയോ? അത് ശിർക്കാണ് എന്നീ സമൂഹത്തോട് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണോ? നമ്മൾ ആലോചിക്കേണ്ടതാ. ഈ ശിർക്കാണ് എന്ന് നമ്മൾ ഇക്കാലം വരെ വിശ്വസിച്ച ഒരു സംഗതി ശിർക്കല്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വരുമ്പോ ശരി അത് ശിർക്കല്ല എന്ന് പറഞ്ഞ് ഒപ്പം കൂടണോ നമ്മൾ? എന്തെന്ത് തിന്മകൾ ഇത് പറയുന്ന ആളുകളുടെ ഭാഗത്തുണ്ടായാലും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്.
അതാ മുജാഹിദുകൾ മനസ്സിലാക്കിയത്. ഇത് പറയുന്ന ആളുകൾ എത്ര സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകളായാലും ഞാൻ സലഫിയാണ്, എന്റേതാണ് സലഫിയത്ത് എന്ന് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന് മുകളിൽ കയറി നാഴികക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞാലും മുജാഹിദുകൾക്ക് ആ സലഫിയത്തുമായി ബന്ധമില്ല. തൗഹീദില്ലാത്തവന്റെ, തൗഹീദിൽ വെള്ളം കലർന്നവന്റെ സലഫിയത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? സലഫികൾ വേർതിരിയുന്നത് ഒന്നാമതായി തൗഹീദിന്റെ കാര്യത്തിലാണ്. പ്രതിസന്ധിയുടെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ ഒരു സന്ദർഭത്തിൽ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല, ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയുന്ന ഏത് സലഫിയത്താ ലോകത്തുള്ളത്? വീണ്ടും എഴുതുന്നത് നോക്കൂ നിങ്ങൾ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. രാത്രിയുടെ ഇരുട്ടിലാകണ്ട, പകൽ വെളിച്ചത്തിൽ ഒരാൾ പോവാന്ന് വിചാരിച്ചോ, അയാളൊരു പ്രയാസത്തിലകപ്പെട്ടു, അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായ ആവശ്യം വന്നു, അപ്പൊ അവിടെ അയാൾ വിളിച്ചു പറയാ പടപ്പുകളെ എന്നെ സഹായിക്കണേന്ന്. നമ്മളൊക്കെ പറയും, ആരെങ്കിലും ഉണ്ടോ രാത്രി ഇരുട്ട് പോവാണെങ്കിൽ, ഏയ് ഞാനിതാ വീഴാൻ പോവാൻ, ഒരു വെളിച്ചം തരുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ എന്താ, മനുഷ്യന്മാര് കേൾക്കുന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്നാണ്. ഇവിടെ അതിന് പകരം ജിന്ന് എന്നെ സഹായിക്കട്ടെ, മലക്ക് എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലെത്തി. ഫലമോ ഖുബൂരികൾ പരിഹസിച്ചു. ഇതാ മുജാഹിദികൾ ക്രിസ്ത്യാനികളാകാൻ പോവാണ്. കാരണം മുജാഹിദീങ്ങൾക്ക് പണ്ട് അല്ലേ ഉള്ളൂ. കുഞ്ഞീദ് മദനിയുടെ പുസ്തകം വായിച്ചു. എന്താ? ചുരത്തിൽ 6-ാം വളവിൽ നിന്ന് അപകടമുണ്ടാകുന്നു. അപകടം ഉണ്ടാകുമ്പോ അവിടെ പലരും പലരെയും വിളിക്കുന്നു. ചിലര് പടച്ചോനെ എന്ന് വിളിക്കുന്നു, ചിലര് മൊയ്തീൻ ശേഖ എന്ന് വിളിക്കുന്നു, ചിലര് വേറെ ആളുകളെ വിളിക്കുന്നു, ഗുരുവായൂരപ്പനെ വിളിക്കുന്നു. ഇതിലേതാ തൗഹീദ്? അള്ളാഹുവിനെ മാത്രം വിളിച്ചതാണ് തൗഹീദ്. ഈ തൗഹീദാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് കുഞ്ഞീദ് മദനി എഴുതി, എന്ന് കുഞ്ഞീദ് മദനി പ്രസംഗിച്ചു. അവിടെ ആരെയാ വിളിക്കേണ്ടത്? അള്ളാനെ വിളിക്കണം. ഇപ്പൊ മുജാഹിദീങ്ങൾക്ക് അല്ല മാത്രല്ല, അള്ളാന്റെ കൂടെ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്. അള്ളാന്റെ കൂടെ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്. നമ്മളെ ബസ്സിന്റെ ബ്രേക്ക് പോയിട്ട് മുമ്പിലൊരു മനുഷ്യണ്ട് എന്ന് വിചാരിച്ചോ, ആരെങ്കിലും അയാൾ, അല്ലെങ്കിൽ കാറിന്റെ ബ്രേക്ക് പോയി ചുരത്തിന്റെ വളവെന്ന്, ആ വളവിൽ നമ്മളിങ്ങനെ ബ്രേക്ക് പോയ വണ്ടി വരുമ്പോ ഒരാളിങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്, അയാളോട് എന്താ പറയാ? നീ കാറ് തള്ളിപ്പിടിച്ച് നിൽക്കുന്നു പറയോ? ഇല്ല, എന്താ പറയാ? മാറിക്കോ, ബ്രേക്ക് പോയ വണ്ടിയാണ് എന്നാ പറയാ. അല്ലാതെ അയാൾ ഇത് പിടിച്ചു വെക്കാൻ പറയില്ല. നേരെ മറിച്ച് ഇപ്പൊ പറയാം എന്നാണ് ചിലര് പറയുന്നത്. എന്ത്? ജിന്നെ താങ്ങണേ, ജിന്നെ ഒന്ന് സഹായിക്കണേ, ജിന്നെ ഒന്ന് പിടിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. തന്നെ സംരക്ഷിക്കുന്ന മലക്കുകൾ, തന്റെ അരികിലുള്ള മലക്കുകൾ, അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ച മലക്കുകൾ, അവർ കേൾക്കുകയും തന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി മലക്കേ ഇതാ എന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയിരിക്കുന്നു, ഒന്ന് താങ്ങണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് പറയുന്ന അവസ്ഥ. അപ്പോ ജബ്ബാർ മൗലവി മലക്കിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ജിന്നിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരാ പറഞ്ഞത്? വിളിക്കാന്ന് പറയണ്ട, തേടാന്ന് പറയണ്ട, ചോദിക്കാന്നും പറയണ്ട. അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തന്നെ മുജാഹിദിന് സഹിക്കാൻ കഴിയില്ല. അതല്ലേ മുജാഹിദ് പ്രസ്ഥാനം പഠിച്ചത്? ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാം എന്ന് പറഞ്ഞാലേ തെറ്റുള്ളൂ. അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ലേ? മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് ഒരാൾ പറയാം എന്ന് പറഞ്ഞാൽ മാത്രമാണോ തെറ്റായി മുജാഹിദികൾ ഇതുവരെ മനസ്സിലാക്കിയത്? ചോദിക്കുക ചില ആളുകൾ, ആരാ പറഞ്ഞത് പ്രാർത്ഥിക്കാം, ആരാ പറഞ്ഞത് തേടാം, ആരാ പറഞ്ഞത് ചോദിക്കാം? അങ്ങനെ പറയണ്ട സഹോദരന്മാരെ. നേരെ മറിച്ച് ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ നാളെ മുതൽ റോഡിൽ ഇറങ്ങിയിട്ട് പ്രസംഗിക്കുക, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല, മൊയ്തീൻ ശേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മുജാഹിദികൾ എന്നെ എതിർക്കുമോ?
അതല്ല അയാൾ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടില്ല. ബദരീങ്ങളെ കാക്കണേ എന്ന് തേടാമെന്നോ തേടാവുന്നതാണെന്നോ തേടേണ്ടതാണെന്നോ അയാൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാളെ നമ്മൾ എതിർക്കണ്ട. അയാൾ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞത് അബദ്ധാണെന്ന് നമ്മൾ പറഞ്ഞാൽ അയാളെ കൂടെ അയാൾക്കും കിട്ടുമല്ലോ രണ്ടാളെ. എന്തിനാ വെറുതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നത്? അയാൾ അത് പറഞ്ഞ് നടന്നോട്ടെ, അതും നമ്മൾ സലഫിയത്തായിട്ടായിട്ട് കണക്കാക്കിയാൽ മതി. അയാളെ താടിക്ക് നീളുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കോ? ഇനിയിപ്പം നാളെ ഈ താടിക്ക് നീളുണ്ടല്ലോ എന്ന് മാത്രമുള്ളത് കട്ട് ചെയ്തിട്ട് യൂട്യൂബിലുണ്ടാവും, ഇതാ ആ അഖിലാനിയായ കായക്കൊടി താടിയെ പരിഹസിക്കുന്നു. ആ കാലാണിത്. ഞാൻ പരിഹസിച്ചുകൊണ്ടല്ല, അത് മാത്രമല്ല താടി നീട്ടിയത് കൊണ്ട് സലഫിയാകില്ല. അങ്ങനെയാണെങ്കിൽ കാറൽ മാർക്സൊക്കെ സലഫിയാന്ന് പറയണ്ടേ? നമ്മൾ സലഫിയാകണമെങ്കിൽ ഈ താടി വെക്കണ എന്തിനാ? തൗഹീദ് മനസ്സിലുണ്ടാകുമ്പോഴാ. ആ തൗഹീദ് മനസ്സിലില്ലാത്തവൻ താടി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ജാതി ഫിത്നകൾ ഫസാദുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നവർ താടി വെച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയാ നമ്മൾ ഈ താടി വെക്കുന്നത്. എന്തിനാ? അള്ളാന്റെ കൂലി കിട്ടാനാ. ജനങ്ങളെ നമ്മളെ പറ്റി പറയാനല്ല. അയാൾ നല്ല ആളാണ്, അയാൾ ഉഷാറാണ് എന്ന് ആളുകൾ പറയാനാ? അല്ല, അള്ളാന്റെ കൂലി കിട്ടണം. അള്ളാന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് വേണം. അത് ബദരീങ്ങളെ വിളിച്ചു തേടലും മൈദീശയനെ വിളിച്ചു തേടലും ശിർക്കാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. ജിന്നിനെ വിളിച്ചു തേടലും മലക്കിനെ വിളിച്ചു തേടലും ശിർക്കാണ് എന്ന് വിശ്വസിച്ചാലേ ആ തൗഹീദ് പൂർണ്ണമാകൂ. അപ്പോഴേ നമുക്ക് അള്ളാന്റെ കൂലി കിട്ടൂ താടി വെച്ചതിന്. അത് പറയാൻ വേണ്ടിയാ ഇത് പറഞ്ഞത്. ഇത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി. ഇത് എഴുതി ചർച്ചക്ക് വന്നപ്പോ ഇത് മനസ്സിലുള്ള ആൾ ഇതിങ്ങനെ പുകയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ സാധാരണ ഈ കടയിൽ നിന്ന് കൂറച്ചോക്ക് കിട്ടുമല്ലോ, കൂറക്ക് വരയണ ചോക്ക്. രാത്രി അത് വരഞ്ഞു വെച്ചാൽ നമ്മൾ അതുവരെ നമ്മളൊരു 3-4 കൂറയെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ ചോക്ക് വരഞ്ഞ് പിറ്റേന്ന് രാവിലെ അടുക്കള തുറന്നു നോക്കിയാലോ നിറയെ ചത്ത് കിടക്കുന്നുണ്ടാവും കൂറ. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത്ര അധികം കൂറ നമ്മളെ അടുക്കളയിൽ ഉണ്ടായിരുന്നു. അതേപോലെ ഇത് ശിർക്കാണ് എന്നുള്ള കൂറച്ചോക്ക് നമ്മൾ വരഞ്ഞപ്പോഴാണ് ഉള്ളിലുള്ള കൂറകളൊക്കെ പുറത്തിയാടിയത്. അപ്പോഴാണ് മനസ്സിലായി ഇത്ര അധികം കൂറകൾ ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പൊത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. എന്താ ചെയ്തത്? ജബ്ബാർ മൗലവിയുടെ ഈ വാദം ശിർക്കാണ് എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് കത്ത്, ദുബൈയിൽ നിന്ന് കത്ത്, അതേപോലെ പല നാടുകളിൽ നിന്നും കത്ത്. നാട്ടിലൊക്കെ മെയിലായ മെയിലുകൾ. എന്താ ജബ്ബാർ മൗലവി പറഞ്ഞതിൽ എന്താ തെറ്റ്? യാഹിബാദല്ലാഹിനൂനിയല്ലേ മജീസരായി പറയാറുണ്ട്. മൂപ്പരോട് ആരോ ചോദിച്ചത്രേ, അതെന്താ സാർ കുഴപ്പം? യാഹിബാദല്ലാ കൈനൂനി എന്നുള്ള ഹദീസില്ലേ? എന്താ സംഭവം തന്നെ മനസ്സിലായിട്ടില്ല. ആ കുട്ടി ചോദിക്കുകയാണത്രേ, യാഹിബാദല്ലാ കൈനൂനി എന്നുള്ള ഹദീസില്ലേ, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ജബ്ബാർ മൗലവി പറഞ്ഞത്? അങ്ങനെ യാഹിബാദല്ലാ കൈനൂനിയാണിത് എന്ന നിലക്ക് ആളുകൾ പറയാൻ തുടങ്ങി. എന്നാ ഈ പറഞ്ഞ ജബ്ബാർ മൗലവിയോ മൂപ്പര് പറയണേ ഞാനും അതും തമ്മിലൊരു ബന്ധമില്ല പടപ്പുകളെ. അപ്പോൾ പിന്നെ ഇബാദല്ലാ അഈനുനി എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് അങ്ങനെ ഇബാദല്ലാ അഈനുനി എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഗുണകാംക്ഷികൾ ചോദിക്കുന്നുണ്ട്. അത് ദുർബല ഹദീസല്ലേ, ആ ഹദീസിൽ നിങ്ങൾ എന്തിനാ അത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുണ്ടിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊട്ടി കൂട്ടിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എങ്കിലല്ലേ അത് പറയേണ്ടതുള്ളൂ. ഞാൻ ഇസ്ലാഹിൽ പ്രസ്തുത ലീഗില് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിലെ ഈ ലേഖനമാണ് വിവാദ വിഷയമാക്കിയിട്ടുള്ളത്. ആ ലേഖനത്തിൽ ഞാൻ ചോദിക്കുന്നു, ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ജിന്നുകളോട് സഹായം ചോദിക്കാനെന്നതിൽ എഴുതിയത്? കാണിച്ചു തരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സഹായം ചോദിക്കണമെന്ന് എഴുതിയത് കാണിച്ചു തരാൻ സാധിക്കുമോ? ശിർക്കാവുന്നതും പ്രാർത്ഥനയാവുന്നതും എപ്പോഴും അല്ലാത്തപ്പോൾ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ആ സംസാരിച്ച ആളുമായുള്ള എഴുതിയ ആളുമായുള്ള ഒരു ചർച്ചയിൽ വന്ന വിഷയമാണ്. എന്നല്ലാതെ ഇങ്ങനെ സഹായം ചോദിക്കണമെന്നോ അവിടെ പറഞ്ഞതായിട്ട് ഇങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ആ ഹദീസിനെ കുറിച്ച് അതിൽ ഉദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല,
ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ, ആ ഹദീസ് 2-3 ഹദീസുകൾ ആ വിഷയത്തിൽ ഒന്ന് മൃഗം ചാടിപ്പോയാൽ പിടിച്ചു കെട്ടുക, അള്ളാഹുവിൻ്റെ അടിമകളെ പിടിച്ചു വെക്കുകയും എന്ന് പറയുന്ന ഹദീസ്, അതേ പ്രകാരം തന്നെ വഴി പിഴച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വഴി അറിയിച്ചു തരണം, അല്ലെങ്കിൽ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ വിജന പ്രദേശത്ത് വെച്ച് മറ്റു വല്ല പ്രയാസങ്ങളും നേരിട്ടുണ്ടെങ്കിൽ അടിമകളെ സഹായിക്കുക എന്ന് പറയുന്ന ഹദീസ്, ഇങ്ങനെ ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുകയോ തെളിവാക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടോ ഞാൻ ഉദ്ദേശിക്കുകയും പറയുകയും ചെയ്യാത്ത ഹദീസ് എടുത്തിട്ട് എന്നെ വിമർശിക്കുന്ന ആളുകൾ ആ ഹദീസ് ദുർബലാണ്, ആ ഹദീസ് ദുർബലാണ് എന്ന് പറയാതെ, വാസ്തവത്തിൽ ഈ ഹദീസ് ഞാൻ എൻ്റെ കൃതിയിൽ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് ഞാൻ എഴുതിയ പുസ്തകത്തിൽ തന്നെ ആ ഹദീസുകൾ ദുർബലമാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഹദീസും ഞാൻ നടത്തിയ പരാമർശവുമായി ഒരു ബന്ധവുമില്ല. എന്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവർ നുണയാണ് പറയുന്നത് എന്ന് ജബ്ബാർ മൗലവി പറയുമ്പോ ഇപ്പുറത്ത് അല്ല, നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് മൂപ്പരോട് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയ. അല്ല, ജബ്ബാർ മൗലവി പറഞ്ഞ എന്തടിസ്ഥാനത്തിലാ? അത് അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം പിന്നീടും എഴുതിയിട്ടുണ്ട്. ജമിയത്തുൽ ഉലമ ഈ വിഷയം ചർച്ച ചെയ്തു. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ മുജാഹിദികൾ സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്ന് പഠിപ്പിക്കാൻ സർക്കുലർ അയച്ചു. ആളുകൾ ഇത് മനസ്സിലാക്കി. ഇതാണ് ഇത്രയും ഗൗരവമുള്ള വിഷയമാണിത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കി ഈ ഫത്വയും സന്ദേശവും ആളുകളുടെ ഇടയിൽ എത്തിയപ്പോ ജബ്ബാർ മൗലവി എതിർത്തു. എന്താ? ജിന്ന് പുതിയ വിജ്ഞാപനവുമായി